സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമാപന ഘോഷയാത്ര വർണ്ണാഭമായി. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വെള്ളയമ്പലത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ സമാപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചാണ് തലസ്ഥാനത്ത് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചത്. 1000-ൽ പരം കലാകാരന്മാർ അവതരിപ്പിച്ച സാംസ്കാരിക കലാരൂപങ്ങളുടെ അകമ്പടിയോടെ 60ഓളം ഫ്ലോട്ടുകളും ഘോഷയാത്രയിൽ അണിനിരന്നു. വെള്ളയമ്പലത്തെ മാനവീയം വീതിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഘോഷയാത്രയുടെ വരവറിയിച്ചുകൊണ്ട് 51 കലാകാരന്മാർ ശംഖനാദം മുഴക്കുകയും തുടർന്ന് വാദ്യോപകരണമായ കൊമ്പ് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് മുഖ്യ കലാകാരന് കൈമാറിക്കൊണ്ട് സാംസ്കാരിക ഘോഷയാത്രയുടെ താളമേളങ്ങൾക്ക് തുടക്കം കുറിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ 60ഓളം ഫ്ലോട്ടുകൾ ഘോഷയാത്രയുടെ ഭാഗമായി. കൂടാതെ 91 ദൃശ്യ ശ്രവ്യകലാരൂപങ്ങളും ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയിലുണ്ടായിരുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്ന പ്രമേയം മുൻനിർത്തി ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ ഗ്രാമീണ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ ഒത്തുചേർന്നു. കേരളീയ പൈതൃകവും സിനിമയും സാഹിത്യവും, സ്ത്രീ ശാക്തീകരണവും, സ്ത്രീ സുരക്ഷയും, ആരോഗ്യശീലങ്ങളും, ശാസ്ത്ര സാങ്കേതിക വിദ്യയും, വിവിധ തരത്തിലുള്ള ജീവിത സുരക്ഷാ സന്ദേശങ്ങളും ഫ്ലോട്ടുകളുടെ വിഷയങ്ങളായി അവതരിപ്പിച്ചു. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഫ്ലോട്ടുകൾ വിഭാവനം ചെയ്തിരുന്നത്. വിദേശ വിനോദസഞ്ചാരികൾക്ക് ഘോഷയാത്ര വീക്ഷിക്കുന്നതിനായി VIP പവലിയനും സമീപമായി പ്രത്യേക പവലിയനും ഒരുക്കിയിരുന്നു. വെള്ളയമ്പലത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ സമാപിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം.